ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ല. നിങ്ങളെല്ലാവരും ഗംഭീരമായി തന്നെ മോഡൽ എക്സാം എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളി മാർക്കാണ് പലർക്കും ലഭിച്ചിരിക്കുന്നത്. പലരും ഇൻസ്റ്റയിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ എനിക്ക് നിങ്ങളുടെ ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തരുന്നുണ്ട്. വെരി മച്ച് ഹാപ്പി. പക്ഷേ കുറച്ച് മക്കൾക്ക് വന്നൊരു പ്രശ്നമാണ്. കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ കുഴപ്പിച്ചു എന്ന് പലരും എന്നോട് പറഞ്ഞു. പർട്ടിക്കുലർലി ആ ക്വസ്റ്റ്യൻ നമ്പറുകൾ ഇട്ടിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് പറഞ്ഞു തരുമെന്ന് പലരും എന്നോട് പറഞ്ഞതാണ്. പലരുടെയും സംശയമാണ്, സാറേ ഇത്തരം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിക്കുമോ എന്ന കാര്യമൊക്കെ നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട്. മക്കളെ, അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളൊന്നും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല. നിങ്ങൾ ആ ചോദ്യത്തെ ഫേസ് ചെയ്ത് നിങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ മാത്രം ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. ഒരു സർക്യൂട്ട് കണ്ടാൽ അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റൂല എന്ന തോന്നൽ ഇനീഷ്യലി എടുത്തു മാറ്റുക. അപ്പോൾ നിസ്സാരമായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചു തരാൻ പോവാണ്. അതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതേ ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് ആവർത്തിക്കില്ല, എന്നാൽ ഇതേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് ആവർത്തിക്കാം. സോ അതിനാൽ തന്നെ ഈ ചോദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം, ശരിയായ മാർഗം മനസ്സിലാക്കിയെടുക്കണം. പബ്ലിക് എക്സാമിന് ഇതുപോലൊരു ചോദ്യം ചോദിച്ചാൽ അടിപൊളിയായി നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ സാധിക്കണം. റൈറ്റ്. സോ ഒട്ടും ലേറ്റാക്കാൻ നമുക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. റൈറ്റ്. മുഴുവനും കാണാൻ ശ്രമിക്കുക. സോ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 5. അതെന്താ സാറേ 5 എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുക. മക്കളെ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞാൻ ചോദ്യം എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അഞ്ചാമതായി ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് പലരും പറഞ്ഞിരുന്ന ചോദ്യമാണ്. പക്ഷേ നിസ്സാരമായ ചോദ്യമാണ്. നോക്കണം. ഹൗ ലോങ് ഡസ് ആൻ ഇലക്ട്രിക് ഡിവൈസ് ഓഫ് പവർ 500 വാട്ട് വർക്ക്സ് ടു കൺസ്യൂം 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഉണ്ട്. അതിൻ്റെ പവർ 500 വാട്ടാണ്. അത് എത്ര സമയം പ്രവർത്തിച്ചാലാണ് 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി കൺസംപ്ഷൻ സംഭവിക്കുക എന്നതാണ് ചോദ്യം. നിസ്സാരമായ ചോദ്യമാണ്. എല്ലാ ഡാറ്റാസും നമുക്ക് അറിയുന്നതാണ്. നോക്കണം മക്കളെ, പവർ എത്രയാണ്? പവർ എന്ന് പറഞ്ഞാൽ 500 വാട്ടാണ്. അതുപോലെ തന്നെ എനർജി എത്രയാണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഓർ 1 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാലും ശരിയാണ്. കണ്ടുപിടിക്കണം എന്താണ്? സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ ഇക്വേഷൻ നിങ്ങളെ പല ലൈവുകളിലും വൃത്തിയായി പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. എനർജി 1 ആണ്, പവർ 500 ആണ്, ടൈം ഡിവൈഡഡ് ബൈ എന്ത് വരും? 1000. ക്രോസ് ചെയ്യുക. സോ 1000 ഡിവൈഡഡ് ബൈ 500 ഈക്വൽ ടു എന്ത് വരും? ടൈം എന്ന് വരും. ദാറ്റ് ഈസ് എത്രയാണ്? 1000 ഡിവൈഡഡ് ബൈ 500 2 ആണ്. സോ ടൈം ഈക്വൽ ടു 2 hours. സമയം ഹവറിൽ എഴുതണം. പലരും ഇത് സെക്കൻഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. സെക്കൻഡിൽ എഴുതിയാൽ അത് തെറ്റാണ് മക്കളെ. മണിക്കൂറിലാണ് പവർ എന്ന് പറയുന്നത്. എനർജിയുടെ ഇക്വേഷൻ പലതവണ പറഞ്ഞു പഠിപ്പിച്ചു തന്നതാണ്. ഇതിനെ ഒന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചാലും എഴുതണമെന്ന് പല ആവൃത്തി ഞാൻ പറഞ്ഞ കാര്യമാണ്. അതുപോലൊരു ചോദ്യമാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ സാറേ ഇത് ഞാൻ ശരിയാക്കിയ ചോദ്യമാണ് സാർ, ഇതെനിക്ക് ഓക്കെ ആയിരുന്നു എന്ന് പറയുന്ന മക്കളും ഉണ്ടാവും. സോ എന്നിരുന്നാൽ പോലും ഈ ക്വസ്റ്റിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, വൃത്തിയായി തന്നെ മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കുന്നു. പലർക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ അടുത്തൊരു ചോദ്യമാണ് 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ന്യൂമറിക്കൽസ്. അതായത് നിങ്ങളുടെ കുറേ കൺസേൺസ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രശ്നം. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നുണ്ട്. ന്യൂമറിക്കൽസ് വന്നാൽ അങ്ങ് പാളിപ്പോവാണ്. സോ അതിലൊരു മാറ്റം വരുത്തണം. കുറേ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. റൈറ്റ്. അത്രയേ ഉള്ളൂ. സോ ചോദ്യം നോക്കണം. മലയാളം ഉണ്ടടാ? യെസ്. ഒരു സോൾഡറിങ് അയൺ ഉണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1250 ഓം ആണ്. അതിൻ്റെ വോൾട്ടേജ് 200 വോൾട്ടാണ്. ആദ്യം പവർ കണ്ടുപിടിക്കുക. നിസ്സാരമാണ് മക്കളെ. നമുക്ക് ഗിവൺ ഡാറ്റ ഒന്ന് എഴുതിയിരിക്കാം. റെസിസ്റ്റൻസ് ഈക്വൽ ടു 1250 ഓം ആണ്. വോൾട്ടേജ് ഈക്വൽ ടു 200 വോൾട്ടാണ്. വി ഹാവ് ടു ഫൈൻഡ് ദ പവർ. ഇക്വേഷൻ എന്താ മക്കളെ? എല്ലാവരും ഒന്ന് പറയണം. നിസ്സാരമായി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. പവർ ഈക്വൽ ടു V²/R ആണ്. വി എത്രയാടാ? വോൾട്ടേജ് എത്രയാണ്? 200 ആണ്. സോ 200² ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 1250. റൈറ്റ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പവർ നമുക്ക് കിട്ടുന്നത് 32 വാട്ടാണ് പവർ നമുക്ക് കിട്ടുക. ഇനി അടുത്ത എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു നോക്കടാ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊവൈഡഡ് ഇൻ 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ എത്രത്തോളം ഹീറ്റ് എനർജി അവിടെ ഉണ്ടാവുന്നു എന്നാണ് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കാം. സോ H ഈക്വൽ എന്താണ്? V²/R ഇൻറ്റു T. ഇത് തന്നെ ചെയ്യണം ഏറ്റവും കൺവീനിയൻ്റ് ആയി. കാരണം V²/R ഓൾറെഡി കണ്ടുപിടിച്ചു. അത് 32 ആണ്. സമയം എത്രയാണ്? 10 സെക്കൻഡാണ്. ആൻസർ എത്ര വരും? 320 ജൂൾ എന്ന് കിട്ടും. സാരമായ ചോദ്യം അല്ലേ? ഇതുവരെ തെറ്റിച്ച നിരവധി മക്കളുണ്ട്. ഇതൊക്കെ എന്തിനാണ് തെറ്റിക്കുന്നത്? ഇത്രയും ലളിതമായ ചോദ്യങ്ങൾ നിങ്ങൾ തെറ്റിക്കേണ്ട ആവശ്യമുണ്ട്? ഒരാവശ്യമില്ല. ഇത് നിങ്ങൾ ഇനി തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമുണ്ട്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം.
യെസ്, ഈ ബൾബൊക്കെ കണ്ടാൽ തന്നെ കിളി പാറുന്ന മക്കളാണ് നിങ്ങളിൽ പലരും. എൻ്റെ ഒരു അനിയത്തിയുണ്ട്, അവളും 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ പറയും പള്ളിപ്പെരുന്നാൾ പോലെ ബൾബ് കത്തിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ, ഞാൻ ഇത് നോക്കിയാൽ തന്നെ ഒരു കിളി പാറുന്നു എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ സർക്യൂട്ടിൻ്റെ വലിപ്പമോ ബൾബോ ഒന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. അവൾ പറയണത് 2-3 ബൾബ് കൂടി വെച്ച പള്ളിപ്പെരുന്നാൾ നടത്താമെന്ന് പറയുന്നത്. കാരണം ഇതിന് വേറൊരു ചോദ്യത്തിലും കുറേ ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെയൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ബൾബിൻ്റെ വലിപ്പമോ സർക്യൂട്ടിൻ്റെ വലിപ്പമോ ഒന്നും കണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിസ്സാരമായി നമുക്ക് ഈ ചോദ്യം ക്രാക്ക് ചെയ്യാം. പറഞ്ഞുതരാം. സർക്യൂട്ട് വൃത്തിയായിട്ട് അനലൈസ് ചെയ്തു. ഇൻ വിച്ച് സർക്യൂട്ട് ദ ബൾബ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഇതിലേതിലാണ് സർക്യൂട്ടിലാണ് സമാന്തര രീതിയിൽ ബൾബുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? പാരലൽ കോമ്പിനേഷൻ. നോക്കടാ, ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം ഒരൊറ്റ ലൈനിലാണ്. സോ ദേ ആർ സീരീസ്, ശ്രേണി രൂപമാണ്. ഇത് നോക്കിക്കേ, ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പാരലൽ കോമ്പിനേഷൻ. ഒരു സംശയമില്ല, എ സർക്യൂട്ടാണ്. എന്തിനാ സംശയം നിങ്ങൾക്ക്? എ ആണ് പാരലൽ കോമ്പിനേഷൻ. ദ ബൾബ് ഇൻ വിച്ച് സർക്യൂട്ട് ഗ്ലോ ബ്രൈറ്റർ വെൻ ഓൾ സ്വിച്ചസ് ആർ പുട്ട് ഓൺ. എല്ലാ സ്വിച്ചുകളും ഓൺ ആക്കുമ്പോൾ ഏത് ബൾബാണ് നല്ല രീതിയിൽ കത്തുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് സപ്ലൈ എങ്ങനെയാണ്? പാരലൽ ആണോ സീരീസ് ആണോ? ജസ്റ്റ് ഒരു കോമൺ സെൻസ് ആലോചിച്ചാൽ മതി. അത് പാരലൽ ആണ്. ബിക്കോസ് പാരലൽ കോമ്പിനേഷനിലാണ് നമ്മൾ ഇത്തരം ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോഴേ അതിനാവശ്യമുള്ള വോൾട്ടേജ്, അതിനാവശ്യമുള്ള റിക്വയർഡ് വോൾട്ടേജ് പ്രോപ്പർലി അതിനകത്ത് ലഭിക്കത്തുള്ളൂ. സോ പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ മാത്രമാണ്. സോ അതും ആൻസർ എന്താണ്? അതും ആൻസർ എ തന്നെയാണ്. അതിൻ്റെ റീസൺ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞ്. റീസൺ എന്താണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ സോഴ്സ് വോൾട്ടേജ് അതുപോലെ തന്നെ കിട്ടും. വോൾട്ടേജിൽ മാറ്റമുണ്ടാവില്ല. സമാന്തരമായി ഘടിപ്പിച്ചാൽ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് മാറില്ല എന്ന കാര്യം അറിയാം. അതിനാവശ്യമുള്ള റിക്വയർഡ് വോൾട്ടേജ് പ്രോപ്പർലി ആ ഡിവൈസിന് കിട്ടും. അത് വൃത്തിയായി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ പാരലൽ കോമ്പിനേഷൻ ആണ് ഓൾവേസ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. സോ അതിനാൽ തന്നെ അതിൻ്റെ റീസൺ എഴുതിയിട്ടുണ്ട്. നിസ്സാരമായ ചോദ്യം. ഇതിൽ എന്തുവാണ് ഇത്ര ടെൻഷൻ അടിക്കാനുള്ളത്? ഇതിലെന്താണ് മക്കളെ ഇത്ര ടെൻഷൻ അടിക്കാനുള്ളത്? റൈറ്റ്. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. ഇതും പലർക്കും പ്രശ്നമാണ്. ബൾബ് കണ്ടു, കുറേ സ്വിച്ച് ഉണ്ട്, എല്ലാം കൊണ്ടും എൻ്റെ കിളിപാറിയ ചോദ്യമാണെന്ന് എൻ്റെ അനിയത്തി പറഞ്ഞ ചോദ്യമാണ്. സിമിലർ മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്ക് പലർക്കും. അതുകൊണ്ടാണ് ഞാൻ അവളെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ശ്രദ്ധിക്കണം, എന്താണ് കാര്യം? ഈ സർക്യൂട്ട് നോക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതുക. ചോദ്യം അവിടെ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ ഫിലമെന്റ് ഇൻ ഇൻകാൻഡിസൽ ലാമ്പ്? അതെല്ലാവർക്കും 1 മാർക്ക് എന്തായാലും കിട്ടും, അത് പ്രശ്നം ഉണ്ടാവില്ല. ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെൻറ്റ്, ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഫിലമെൻ്റ് ആയിട്ട് നമ്മളെപ്പോഴും ഇൻകാൻഡിസൽ ലാമ്പിനകത്ത് ഉപയോഗിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അടുത്ത ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് S1 ആൻഡ് S2 ആർ കെപ്റ്റ് ഓൺ. S1ഉം S2ഉം ഓൺ ആക്കുന്ന സമയത്ത് സർക്യൂട്ടിലുള്ള കറണ്ട് എന്താണ് എന്നാണ്. ആ ചോദ്യം മിസ്റ്റേക്ക് ആണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. S1 ഓൺ ആക്കിയാൽ തന്നെ ഇവിടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, ബൾബൊന്നുമില്ല. സോ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, I = V/R. I = V/R ആണ്. R ഇല്ല, റെസിസ്റ്റൻസ് ഇല്ല. S1 ഓണാക്കി ഈ ഒരു ലൂപ്പ് നോക്കിക്കുക, അതിനകത്ത് റെസിസ്റ്റൻസ് ഇല്ല. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ എന്താണ്? എക്സസ് ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുക. V/0. സോ I = ഇൻഫിനിറ്റി ആയിരിക്കും. കറണ്ട് ഇൻഫിനിറ്റി ആയിരിക്കും, ഒരു സംശയമില്ല. ഈ പറഞ്ഞ S1 ഓണാക്കിയാൽ തന്നെ കറണ്ട് ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യും. കാരണം എന്താണ്? അവിടെ റെസിസ്റ്റൻസ് ഇല്ല, എക്സസ് കറണ്ടാണ് അവിടെ ഫ്ലോ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. S2ൻ്റെ കാര്യം സംസാരിക്കേണ്ട. സപ്പോസ് ഇതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ ചോദ്യകർത്താവിന് തെറ്റുപറ്റിയാന്ന് വിചാരിക്കുക. ആശാൻ ഉദ്ദേശിച്ചത് S2ഉം S3ഉം ഓണാക്കുന്ന കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലെ ടീച്ചേഴ്സ് വന്ന് അങ്ങനെ തിരുത്തി തന്ന ചോദ്യ പേപ്പറുകളുണ്ട്. അതുകൊണ്ട് അതുകൂടി ഞാൻ കൺസിഡർ ചെയ്യാം. S2ഉം S3യുമാണ് ഓണാക്കിയത്, എന്നിട്ട് നമ്മളോട് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാരമാണ്. P = VI ആണ്. സോ I = എന്ത് എഴുതാം? P/V എന്ന് എഴുതാം. പവർ എത്രയാടാ? പവർ നമുക്കറിയാം 100 ആണ്. സോ 100 / വോൾട്ടേജ് എത്രയാടാ? വോൾട്ടേജ് 200 ആണ്. = 1/2 അഥവാ 0.5 ആംപിയർ. അങ്ങനെയല്ല ചോദ്യത്തിൽ, എങ്കിൽ പോലും പലർക്കും അങ്ങനെ തിരുത്തി തന്നു എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റി എഴുതിയത്. വൃത്തിയായി തന്നെ മനസ്സിലായില്ലേ? സംശയമില്ലാലോ. അടുത്തത്, വാട്ട് ഹാപ്പൻസ് ടു ദ സർക്യൂട്ട് വെൻ ഓൾ സ്വിച്ചസ് ആർ കെപ്റ്റ് ഓൺ? എല്ലാ സ്വിച്ചുകളും ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എല്ലാ സ്വിച്ചുകളും ഓൺ ആക്കി കഴിഞ്ഞാൽ അടിച്ചു പോകും ഗൈസ്. ഒന്നുമില്ല, അടിച്ചു പോവും ഗൈസ്. സർക്യൂട്ട് വിൽ ബ്രോക്കൺ. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അടിച്ചു പോകുമെന്ന് പറയുന്നത്? ഈ S1 ഓണാക്കിയാലുള്ള സംഭവമാണ്. ബാക്കി സ്വിച്ചുകൾ ഓണാക്കിയാൽ നിങ്ങൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. S1 ഓണാക്കിയാൽ പൊട്ടിത്തെറിച്ചു പോകും ഗൈസ്. കാരണം എന്താണ്? അവിടെ എക്സസ് കറണ്ട്, ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുക. ഫ്യൂസ് വയർ അങ്ങ് അടിച്ചു പോകും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ. വൃത്തിയായിട്ട് മനസ്സിലായോ? സോ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആ ഒരു മെയിൻ ധാരണ വേണം. അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വൃത്തിയായി നിങ്ങൾ മനസ്സിലാക്കണം. സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഇതേ സർക്യൂട്ട് വരച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മൾ പലപ്പോഴായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇതേപോലത്തെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക പരീക്ഷകളിൽ. ഓക്കെ, റൈറ്റ്. ഒരു ചോദ്യം കൂടി നമുക്കുണ്ട്, ശ്രദ്ധിക്കണം. 17ാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അവിടെ പവർ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമറാണ്. വർക്ക്സ് ഓൺ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 250 വോൾട്ട്. ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? VP = 250 വോൾട്ട് ആണ്.
1 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സെക്കൻഡറി കോയിൽ. സോ സെക്കൻഡറിയിൽ എത്രത്തോളം കറണ്ടാണ്? 1 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അടുത്തത്, when the electric device of power 50 watt is connected to the secondary. സെക്കൻഡറിയിൽ കണക്ട് ചെയ്ത ഇലക്ട്രിക് ഡിവൈസിന്റെ പവർ എത്രയാണ്? 50 വാട്ടാണ്. അഥവാ ഔട്ട്പുട്ട് പവർ ആണ് അത് തന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് തെറ്റാം. സോ ഔട്ട്പുട്ട് പവർ ആണ് എത്ര? 50 വാട്ട്. അത് മനസ്സിലാക്കണം. സെക്കൻഡറിയിലാണ് ഔട്ട്പുട്ട് ലഭിക്കുക. ആ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്ത ഡിവൈസിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവറിന് ഇക്വലന്റ് ആയിരിക്കും. സോ ഔട്ട്പുട്ട് പവർ ആണ് 50 വാട്ട് എന്ന് പറയുക. സോ റൈറ്റ്, ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ കൂടി മനസ്സിലാക്കിക്കോ. VS/IS ആണ്. കാരണം എന്താണ്? പവർ ഈക്വൽ ടു VI ആണ്. ഔട്ട്പുട്ട് പവർ ആണെങ്കിൽ സെക്കൻഡറി ആയതുകൊണ്ട് VS/IS, ഇൻപുട്ട് പവർ ആണെങ്കിൽ VP/IP. അത് ജസ്റ്റ് മനസ്സിലാക്കുക. റൈറ്റ്. അടുത്ത, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഹിയർ? ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? നിസ്സാരമായി തന്നെ പറയാം. ഇതിൽ നിന്ന് VS കണ്ടുപിടിച്ചാൽ മതി. സിമ്പിളായി കണ്ടുപിടിക്കാം. ഒരു പ്രശ്നവുമില്ല. നമുക്ക് കണ്ടുപിടിക്കാം. VS കണ്ടുപിടിക്കാം. പറഞ്ഞുതരാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം. യെസ്, ഇവിടെ വാട്ടിലാണ്, പവർ അല്ലടാ. പവർ ഒരിക്കലും വോൾട്ടിലല്ല, വാട്ടിലാണ്. സോ ഔട്ട്പുട്ട് പവർ ഈക്വൽ ടു 50 വാട്ട്. ക്ലിയർ? ഇത് ഞാൻ എന്ത് കണ്ടുപിടിച്ച് തരാം? ഇത് ഞാൻ VS കണ്ടുപിടിച്ച് തരാം. നോക്കടാ, VS/IS വിൽ ബി ഈക്വൽ ടു 50 ആണ്. എങ്കിൽ നമുക്ക് IS ഓൾറെഡി അറിയാം. സോ VS ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ IS എത്രയാണ്? 1 ആണ്. സോ ഈക്വൽ ടു 50 വോൾട്ട് എന്ന് വരും. സോ VS എത്രയാണ്? 50 വോൾട്ട് ആണ്. പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 250 ആണ്. സെക്കൻഡറി വോൾട്ടേജ് 50 വോൾട്ട് ആണ്. അപ്പോൾ ഇത് ഏത് ട്രാൻസ്ഫോമർ ആണ്? ഒരു സംശയമില്ല, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കാരണം വോൾട്ടേജിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 250 വോൾട്ട് കൊടുത്തതിന് എത്രയാക്കി മാറ്റി? 50 വോൾട്ട് ആക്കി മാറ്റി. സോ വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുന്നത്. അത് ഏത് ട്രാൻസ്ഫോമർ ആണ്? അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സോ ദ ആൻസർ ഈസ് സ്റ്റെപ്പ് ഡൗൺ. അടുത്ത, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. പലതവണ പറഞ്ഞു വന്ന കാര്യമാണ്. കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ പ്രൈമറിയിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. VS/VP ഈക്വൽ ടു IP/IS ആണ്. സോ therefore IP ഈക്വൽ ടു VS/VP ഇൻറ്റു എന്ത് എഴുതാം? IS എന്ന് എഴുതാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇവിടെ VS എത്രയാണ് മക്കളെ? 50 ആണ്. സോ പുതിയൊരു പേജിൽ എഴുതാം. സോ 50 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു എന്ത് വരും? IS എത്രയാണ്? 1 ആണ്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു 0.2 ആംപിയർ എന്ന് കിട്ടും. സോ എത്രയാണ് മക്കളെ? IP അഥവാ പ്രൈമറി കറണ്ട് എത്രയാണ്? 0.2 ആംപിയർ ആണ്. വൃത്തിയായി തന്നെ മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇത്തരം ചോദ്യങ്ങൾക്കാണ് നിങ്ങൾക്ക് പലർക്കും കുഴഞ്ഞു പോയത്. പക്ഷെ കുഴയാനുള്ള ചോദ്യങ്ങളൊന്നുമില്ല. മുഴുവൻ മാർക്കും അടിച്ചെടുക്കാൻ സാധിക്കുന്ന ചോദ്യപേപ്പർ തന്നെയായിരുന്നു. ആ ടെൻഷൻ മാറ്റിയിരുന്ന് റിലാക്സ് ചെയ്ത് എഴുതിയ ഒരു കുട്ടിക്ക് ഫുൾ മാർക്കും കിട്ടും. കാരണം പല കുട്ടികൾക്കും മുഴുവൻ മാർക്കും കിട്ടി എന്ന് പറഞ്ഞിട്ട് ഉത്തരക്കടലാസ് എനിക്ക് അയച്ചു തന്നതാണ്. സോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒന്നായിരുന്നു, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ചോദ്യപേപ്പർ ആയിരുന്നു. പല പ്രശ്നങ്ങളാൽ, പല പിഴവുകളാൽ നിങ്ങളത് വരുത്തി. അതായത് പലരും ചെയ്തൊരു തെറ്റെന്ന് വെച്ചാൽ പല ചോദ്യങ്ങളുടെ വലുപ്പം കണ്ടിട്ട് അത് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും ഉടായ്പായ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. സോ എല്ലാ ചോദ്യങ്ങളും മനസ്സിരുത്തി വായിക്കുക. ഏതാണ് നിങ്ങളെ കൊണ്ട് ഓർ ക്വസ്റ്റ്യൻസിൽ പ്രോപ്പർലി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുക അത് പ്രസൻറ്റ് ചെയ്യുക. സെലക്റ്റീവ് ആയിരിക്കുക. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിൻ്റെ വലുപ്പം കണ്ടിട്ടോ സർക്യൂട്ടിൻ്റെ വലുപ്പം കണ്ടിട്ടോ പതറിപ്പോവരുത്. നമ്മൾ പഠിച്ചതിനപ്പുറം നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിനപ്പുറം പുറമേ നിന്നും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. സോ അത് മനസ്സിലാക്കുക, വൃത്തിയായി തന്നെ പ്രൊസീഡ് ചെയ്യുക. സോ പബ്ലിക് എക്സാമിന് ഈ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ടാറ്റാ.